ചാപ്റ്റർ നമ്പർ 1 ശ്രീ ജവഹർലാൽ നെഹ്റു അർണോൾഡ് ടോയിൻബിയുടെ ശ്രീ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 1 or 2 സെൻറ്റൻസസ്. താഴെയുള്ള ക്വസ്റ്റ്യന് 1-2 സെൻറ്റൻസുകളിൽ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വേർ ആൻഡ് വെൻ ഡിഡ് ടോൺബി മീറ്റ് നെഹ്റു ഫോർ ദ ഫസ്റ്റ് ടൈം? വേർ ആൻഡ് വെൻ, എവിടെ വെച്ചാണ്, ആൻഡ് വെൻ, എപ്പോഴാണ്, ഡിഡ് ടോൺബി മീറ്റ്, ടോൺബി സന്ദർശിച്ചത്, നെഹ്റു ഫോർ ദ ഫസ്റ്റ് ടൈം, ടോൺബി നെഹ്റുവിനെ ആദ്യമായിട്ട് എവിടെ വെച്ച് എപ്പോൾ സന്ദർശിച്ചു എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ, ടോൺബി മെറ്റ് നെഹ്റു, ടോൺബി നെഹ്റുവിനെ മീറ്റ് ചെയ്തു എപ്പോൾ, ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട്, ഇൻ ലണ്ടൻ, എവിടെ വെച്ചിട്ടാണ്, ലണ്ടനിൽ വെച്ചിട്ട് മീറ്റ് ചെയ്തു. അറ്റ് ആൻ ഇംഗ്ലീഷ് ലേഡീസ് ഹൗസ്, ലണ്ടനിൽ തന്നെ ഒരു ഇംഗ്ലീഷ് ലേഡിയുടെ വീട്ടിൽ വെച്ചിട്ട്. അറ്റ് സം ഡേറ്റ് ഇൻ ദ 1930s, 1930കളിലെ ചില ദിവസങ്ങളിൽ എന്ന്. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ബ്രിട്ടീഷ് ജനറൽ ഹെസിറ്റേറ്റ് ടു എൻ്റർ ദ റൂം? എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് ജനറൽ ഹെസിറ്റേറ്റ് ചെയ്തത്? ഹെസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ മടിച്ചു നിൽക്കുക. എന്തുകൊണ്ടാണ് മടിച്ചു നിന്നത്? എന്തിന് മടിച്ചു നിന്നത്? ടു എൻ്റർ ദ റൂം, റൂമിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് മടിച്ചു നിന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ, ദിസ് ബ്രിട്ടീഷ് ജനറൽ, ഈ ബ്രിട്ടീഷ് ജനറൽ ഹാഡ് ബീൻ ഇൻവോൾവ്ഡ്, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മുഴുകിയിട്ടുണ്ടായിരുന്നു. ഇൻവോൾവ്ഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുഴുകുക, അദ്ദേഹത്തിന് ഒരു പങ്കുണ്ടായിരുന്നു. ഇൻ സെൻഡിങ്, എന്ത് കാര്യത്തിലാണ് പങ്കുണ്ടായിരുന്നത്? അയക്കുന്ന കാര്യത്തിൽ. ഇൻ സെൻഡിങ് മിസ്റ്റർ നെഹ്റു, ആരയക്കുന്ന കാര്യത്തിൽ? നെഹ്റുവിനെ അയക്കുന്ന കാര്യത്തിൽ. ടു ദ ബ്രിട്ടീഷ് പ്രിസൺ ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള ബ്രിട്ടീഷുകാരുടെ ജയിലിലേക്ക് അയക്കുന്ന കാര്യത്തിൽ. ഫ്രം വിച്ച് ഹി ഹാഡ് ജസ്റ്റ് ബീൻ റിലീസ്ഡ്, അങ്ങനെ നമ്മുടെ നെഹ്റുവിനെ ജയിലിലടച്ചു. ആ ജയിലിലടച്ച അതിൽ നിന്ന് റിലീസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പം അങ്ങ് റിലീസ് ചെയ്ത് വരികയാണ് നെഹ്റു. ആ സമയത്താണ് ബ്രിട്ടീഷ് ജനറലെ ഈ ഇംഗ്ലീഷ് ലേഡിയുടെ വീട്ടിൽ വെച്ചിട്ട് കണ്ടുമുട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിനൊരു മടി തോന്നി, ഒരു ചെറിയൊരു വിഷമം തോന്നി അവിടെ അങ്ങ് ആ റൂമിലേക്ക് കയറി വരാൻ. അതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. സോ ദ ജനറൽ ഹെസിറ്റേറ്റഡ് ടു എൻ്റർ ദ റൂം, അതുകൊണ്ടാണ് ജനറൽ ഈ റൂമിലേക്ക് പ്രവേശിക്കാൻ മടിച്ചു നിന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് നെഹ്റൂസ് റിയാക്ഷൻ? എന്തായിരുന്നു നെഹ്റുവിൻ്റെ പ്രതികരണം? വെൻ ഹി സോ ദ ജനറൽ, ഏത് സമയത്തെ പ്രതികരണം? വെൻ ഹി സോ ദ ജനറൽ, അദ്ദേഹം ജനറലിനെ കണ്ട സമയത്തുണ്ടായ പ്രതികരണം എന്ത്? ആ റൂമിലേക്ക് കയറി വരാൻ നോക്കിയപ്പോൾ ജനറലിനെ ആര് കാണുന്നു? നമ്മുടെ നെഹ്റു കാണുന്നു. ആ സമയത്ത് നെഹ്റുവിൻ്റെ പ്രതികരണം എന്ത് എന്ന്. ആൻസർ, വെൻ നെഹ്റു സോ ദ ജനറൽ ഹിസ് കൗണ്ടനൻസ് റിലാക്സ്ഡ് ആൻഡ് ഹിസ് ഐസ് ബിഗാൻ ടു ടിങ്കിൾ. നെഹ്റു ജനറലിനെ കണ്ട സമയത്ത് തന്നെ ഹിസ് കൗണ്ടനൻസ് റിലാക്സ്ഡ്, നെഹ്റുവിൻ്റെ കൗണ്ടനൻസ് എന്ന് പറഞ്ഞാൽ മുഖഭാവം എന്നൊക്കെ പറയാം നമുക്ക്. കൗണ്ടനൻസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്. റിലാക്സ്ഡ്, അദ്ദേഹം ഒന്ന് റിലാക്സായി. എന്നെ ജയിലിലേക്ക് അടച്ച വ്യക്തിയാണല്ലോ എന്നുള്ള രൂപത്തിലൊരു നോട്ടം നോക്കി. ദേഷ്യത്തോട് കൂടിയിട്ടല്ല നോക്കുന്നത്, റിലാക്സ്ഡ് എന്നാണ് പറയുന്നത്.
ആൻഡ് ഈ സൈസ് ബിഗാൻ ടു ടിങ്കിൾ. അതുമാത്രമല്ല നെഹ്റുവിൻ്റെ കണ്ണുകൾ ഇങ്ങനെ ഒന്ന് തിളങ്ങാൻ തുടങ്ങി എന്ന് പറഞ്ഞത്. ബിഗാൻ ടു ടിങ്കിൾ, ഒരു അത്ഭുതം കൊണ്ട്. നെഹ്റു വാസ് നോട്ട് അറ്റ് ആൾ ആംഗ്രി വിത്ത് ദിസ് ജനറൽ. കണ്ടോ, നെഹ്റുവിന് ഈ ജനറലിനോട് എന്തില്ല, ഒരിക്കലും ദേഷ്യമില്ല. നെഹ്റു പറയുന്നുണ്ട് ബ്രിട്ടീഷുകാരോടല്ല ദേഷ്യം, ബ്രിട്ടീഷുകാരുടെ നയങ്ങളോടാണ്, പോളിസിയോടാണ് ദേഷ്യമെന്ന് പറയുന്നുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ നെഹ്റു ജനറൽ എൻകൗണ്ടർ ടെൽ ദ റീഡേഴ്സ് അബൌട്ട് നെഹ്റൂസ് ക്യാരക്ടർ? വാട്ട് ഡസ് നെഹ്റു ജനറൽ എൻകൗണ്ടർ? എന്താണ് നെഹ്റുവിൻ്റെയും ജനറലിൻ്റെയും എൻകൗണ്ടർ? എൻകൗണ്ടർ എന്ന് പറഞ്ഞാലൊരു കണ്ടുമുട്ടൽ എന്നുള്ള ഒരർത്ഥത്തിലൂടെ പറയാം. നേരിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്നൊരു കണ്ടുമുട്ടൽ നടത്തിയല്ലോ, അതിനാണ് എൻകൗണ്ടർ കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെയാണ് ഇത് സംഭവിക്കുന്നത്. ഈ ഒരു കാര്യം പെട്ടെന്നുണ്ടായ, നെഹ്റുവിനും അറിയില്ല ഈ ജനറൽ അവിടെ വരും എന്നുള്ളത്, നെഹ്റു അവിടെ വരുന്നുള്ളത് ജനറലിനും അറിയില്ല. പെട്ടെന്ന് കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ ആ ഒരു സന്ദർഭം, ആ ഒരു സംഭവം, അതിൽ എന്താണ് റീഡേഴ്സ് അല്ലേ, ടെൽ ദ റീഡേഴ്സ് അബൌട്ട് നെഹ്റൂസ് ക്യാരക്ടർ. ഈ ഒരു സമയത്ത് നെഹ്റു പെരുമാറിയ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, നെഹ്റുവിൻ്റെ ക്യാരക്ടർ, അത് എന്താണ് റീഡേഴ്സിന് വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നത്? എൻകൗണ്ടർ ടെൽ ദ റീഡേഴ്സ് അബൌട്ട് നെഹ്റൂസ് ക്യാരക്ടർ. നേരത്തെ പറഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ ഒന്ന് തിളങ്ങി എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം എന്നതാണ് ചോദ്യം. ആരെ പറ്റിയിട്ട് മനസ്സിലാക്കാം? നെഹ്റുവിൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ന്. അതിൻ്റെ ആൻസർ, നെഹ്റു ജനറൽ എൻകൗണ്ടർ ടെൽസ് ദ റീഡേഴ്സ് അബൌട്ട് നെഹ്റൂസ് ക്യാരക്ടർ. നെഹ്റുവിൻ്റെയും ജനറലിൻ്റെയും എൻകൗണ്ടർ, ആ കണ്ടുമുട്ടൽ റീഡേഴ്സിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് എന്താണ് മനസ്സിലാവുന്നത്? നെഹ്റൂസ് ക്യാരക്ടർ, നെഹ്റുവിൻ്റെ ക്യാരക്ടറാണ്, സ്വഭാവമാണ് അതിലൂടെ നമുക്ക് മനസ്സിലാവുക. ദാറ്റ് ഹീ ഈസ് എംബോഡിയിങ്, എന്ത് ആണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നു. എംബോഡിങ് എന്ന് പറഞ്ഞാൽ പ്രതിനിധാനം ചെയ്യുക, അല്ലെങ്കിൽ ഉൾക്കൊള്ളുക എന്നൊക്കെ പറയാം. പ്രതിനിധാനം ചെയ്യുക, ഉൾക്കൊള്ളുക. എംബോഡിയിങ് കേട്ടോ, എംബോഡിയിങ് ഗാന്ധി സ്പിരിറ്റ്. ഗാന്ധിജിയുടെ ആശയങ്ങൾ, ഗാന്ധിജിയുടെ സ്പിരിറ്റ്, ഗാന്ധിജി എന്താണോ പഠിപ്പിച്ചത് അത് നെഹ്റു ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഗാന്ധിജി എന്താ പഠിപ്പിച്ചത്? സ്പിരിറ്റ് ഓഫ് നോൺ വയലൻറ്റ്, അക്രമരാഹിത്യം, ആൻഡ് നോൺ കോഓപ്പറേഷൻ, അതുപോലെ തന്നെ നിസ്സഹകരണം. ഇതാണ് നെഹ്റു പഠിപ്പിച്ചത്. അപ്പോൾ ഈ ജനറലിനോട് ഇദ്ദേഹം എന്ത് ചെയ്തില്ല, അപ്പോൾ എന്നെ ജയിലിലടച്ച വ്യക്തി എന്ന നിലയ്ക്ക് കണ്ടപ്പോൾ ദേഷ്യപ്പെടാനോ അതിനൊന്നും നിന്നില്ല. അതാണ് നോൺ വയലൻസ്. നോൺ കോഓപ്പറേഷനോ, എന്നാൽ ബ്രിട്ടീഷുകാരുമായിട്ട് സഹകരിക്കാൻ ആര് തയ്യാറല്ല? നെഹ്റു തയ്യാറല്ല താനും. നെഹ്റു വാസ് സെൻസിബിൾ ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് റെജിം ആൻഡ് ദ പീപ്പിൾ ഓഫ് ബ്രിട്ടൻ. നെഹ്റു വാസ് സെൻസിബിൾ. നെഹ്റുവിന് എന്താണ്? സെൻസിബിൾ ആണ് അദ്ദേഹത്തിന് അറിയാൻ പറ്റും. അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള സെൻസുണ്ട്, ബുദ്ധിയുണ്ട്. ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ, ഡിസ്റ്റിങ്വിഷ് എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക, ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് റെജിം ആൻഡ് ദ ബ്രിട്ടീഷ് റെജിം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തെ പറ്റിയിട്ടും ആൻഡ് ദ പീപ്പിൾ ഓഫ് ബ്രിട്ടനിലെ ജനങ്ങൾ ആരാണെന്നുള്ളതും ബ്രിട്ടീഷിലെ ഭരണം എന്താണെന്നൊക്കെ തിരിച്ചറിയാൻ ആർക്ക് പറ്റും? നെഹ്റുവിനറിയാം. ബ്രിട്ടീഷ് പീപ്പിളിനോട് ആർക്ക് ദേഷ്യമൊന്നുമില്ല? നെഹ്റുവിന് ദേഷ്യമൊന്നുമില്ല. അവരുടെ ഇന്ത്യയിലുള്ള ആ മോശമായ ഭരണത്തിനോടാണ് നെഹ്റുവിന് ദേഷ്യമുള്ളത്. 5ാമത്തെ ചോദ്യം. വേർ ആൻഡ് വെൻ ഡിഡ് ടോൺബി മീറ്റ് നെഹ്റു ഫോർ ദ സെക്കൻഡ് ടൈം? നെഹ്റുവിന് ടോൺബി എവിടെ വെച്ച് എപ്പോഴാണ് രണ്ടാമത്തെ തവണ കണ്ടത് എന്ന്. ആദ്യം ഒന്ന് കണ്ടു, അത് എവിടെ വെച്ചിട്ടായിരുന്നു? ലണ്ടനിൽ വെച്ചെന്ന് പറഞ്ഞു. രണ്ടാമത്തെ തവണ എപ്പോഴാണ് കണ്ടത്, എവിടെ വെച്ചാണ് കണ്ടത് എന്നാണ് ചോദ്യം. ആൻസർ, ടോൺബീസ് സെക്കൻഡ് മീറ്റിംഗ് took place in Delhi in 1957. എവിടെ വെച്ചിട്ടാണ് കാണുന്നത്? ഡൽഹിയിൽ വെച്ചിട്ടാണ് കാണുന്നത്. in 1957, 1957 കാണുന്നത്. പിന്നെ പറയുന്നു, അതിന് ഏത് സമയത്താണ് ആ കാണുമ്പോൾ
വെൻ നെഹ്റു വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആ സമയത്ത് നെഹ്റു ആരാണ്? ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ കൂടിയായിരുന്നു എന്ന്. ആറാമത്തെ ചോദ്യം, വാട്ട് ആസ്പെക്റ്റ് ഓഫ് നെഹ്റൂസ് ക്യാരക്ടർ? നെഹ്റുവിൻ്റെ സ്വഭാവത്തിലെ ഏത് വശമാണ്, ആസ്പെക്റ്റ് ഏത് വശമാണ് അല്ലെങ്കിൽ ഏത് ഗുണമാണ് ഈസ് റിവീൽഡ് വെളിപ്പെട്ടത്? റിവീൽ ചെയ്യുന്ന വെളിപ്പെടുക. ഇൻ ടോൺബീസ് സെക്കൻഡ് മീറ്റിംഗ് വിത്ത് ഹിം. ടോൺബിയുടെ രണ്ടാമത്തെ മീറ്റിംഗ്, വിത്ത് ഹിം എന്ന് പറയുമ്പോൾ വിത്ത് നെഹ്റുവുമായിട്ട് രണ്ടാമത്തെ മീറ്റിംഗ് ടോൺബി നടത്തിയപ്പോൾ നെഹ്റുവിൻ്റെ ഏത് ഗുണമാണ് ഏത് ക്യാരക്ടറാണ് വെളിപ്പെട്ടത് എന്ന്. ആൻസർ, നെഹ്റൂസ് ഹ്യൂമിലിറ്റി ഈസ് റിവീൽഡ്. നെഹ്റുവിൻ്റെ മാന്യത, ഹ്യൂമിലിറ്റി സത്യസന്ധത, മാന്യത എന്നൊക്കെ പറയാം, ഈസ് റിവീൽഡ് ഇൻ ടോൺബീസ് സെക്കൻഡ് മീറ്റിംഗ് വിത്ത് ഹിം. അദ്ദേഹത്തിൻ്റെ ഒരു താഴ്മ അതാണ് ഇവിടെ കാണുന്നത്. ഔചിത്യം എന്നൊക്കെ പറയാം, നമുക്ക് ഒരു നല്ല മനസ്സ്, അതാണ് രണ്ടാമത്തെ മീറ്റിങ്ങിൽ നെഹ്റുവിന് മനസ്സിലായത്. നെഹ്റു അത്രയും ആരെയും എവിടെയും പരിഗണിക്കുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലായി എന്ന്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വേർ ദ ടു ഇംപ്രഷൻസ് ഓഫ് നെഹ്റു? എന്തായിരുന്നു നെഹ്റുവിൻ്റെ രണ്ട് ഇംപ്രഷന്, രണ്ട് മതിപ്പ്? ഒരാളെ കാണുമ്പോൾ നമുക്കൊരു ഇംപ്രഷൻ ഉണ്ടാവും, ആൾ തരക്കേടില്ല, അല്ലെങ്കിൽ ആൾ ഇന്ന കാര്യങ്ങളിലൊക്കെ തരക്കേടില്ല എന്ന് നമ്മൾ പറയും. അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടായ രണ്ട് കാര്യങ്ങൾ ദാറ്റ് ടോൺബി ഹാഡ് ഡ്യൂറിങ് ദ സെക്കൻഡ് മീറ്റിംഗ്. രണ്ടാമത്തെ മീറ്റിംഗ് ടോൺബി ആരെ സന്ദർശിച്ചു? നെഹ്റുവിനെ രണ്ടാമത്തെ മീറ്റിംഗ് ചെന്നിട്ട് കണ്ടു. ആ സമയത്ത് എന്താണ് ടോൺബിക്ക് ഉണ്ടായിട്ടുള്ള രണ്ട് ഇംപ്രഷൻ എന്തൊക്കെ എന്ന്? ടോൺബി വാസ് ഇംപ്രസ്ഡ് ബൈ നെഹ്റൂസ് ഇമ്മ്യൂണിറ്റി ഫ്രം പ്രൈം മിനിസ്റ്റേഴ്സ് ഒക്കുപ്പേഷണൽ മെലഡീസ്. ഇതെന്താണെന്ന് വെച്ചാൽ ടോൺബി വാസ് ഇംപ്രസ്ഡ്. ടോൺബി ഇംപ്രസ്ഡ് ആയിപ്പോയി, നല്ല മതിപ്പുണ്ടായി ടോൺബിക്ക്. ബൈ നെഹ്റൂസ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പരിരക്ഷ എന്നൊക്കെ പറയാം. ഇമ്മ്യൂണിറ്റി ഫ്രം പ്രൈം മിനിസ്റ്റേഴ്സ് ഒക്കുപ്പേഷണൽ മെലഡീസ് എന്ന് പറഞ്ഞാൽ രോഗം, ആദി, ദീനം എന്നൊക്കെ പറയാം നമുക്ക്. അതാണ് മെലഡീസ്. രോഗം എന്നൊക്കെ അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ദീനം, ആദി എന്നൊക്കെ പറയാം. രോഗം, അതാണ് മെലഡീസ് എന്ന് പറഞ്ഞാൽ. ഒരു ജോലി ചെയ്തിട്ട് ഒരു പ്രൈം മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ജോലി ഉണ്ടാവും. ആ ജോലിയൊക്കെ ചെയ്ത് ആ ജോലിയുടെ ക്ഷീണത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടൊന്നുമല്ല, അതിൽ നിന്നൊക്കെ ഒരു പരിരക്ഷയുള്ള വ്യക്തിയായിട്ടാണ് ആരെ കാണുന്നത്? നമ്മുടെ ടോൺബി നെഹ്റുവിനെ കാണുന്നത്. അങ്ങനെ ഒരു ഇംപ്രഷൻ ആർക്കുണ്ടായി? നെഹ്റുവിനുണ്ടായി എന്ന്. ആ ജോലി എടുക്കാത്തത് കൊണ്ട് എന്നല്ല, അദ്ദേഹം ആ ജോലി എടുക്കുന്നുണ്ടെങ്കിലും പക്ഷെ അദ്ദേഹത്തിന് അതിലൊരു ഒരു മടുപ്പും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഹീ വാസ് ആൾസോ എ മാൻ. അതുമാത്രമല്ല, രണ്ടാമത്തെ ഇംപ്രഷൻ എന്തുണ്ടായി? ആൾസോ എ മാൻ വിത്ത് ഹ്യൂമൺ സ്പോണ്ടേനിറ്റി. അദ്ദേഹത്തെ എങ്ങനെയാണ് കണ്ടത്? ഒരു തന്നിഷ്ടമുള്ള, അനൈശ്ചികമായിട്ടുള്ള, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താ പറയുക, ഒരു നിർഗളിക്കുക എന്നൊക്കെ പറയാം നമുക്ക്. ഒരു സ്വമേധയാ ഉള്ള, അതാണ് സ്പോണ്ടേനിയസ്. ആരും നിർബന്ധിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനാണ് സ്പോണ്ടേനിയസ് എന്ന് പറയുക, സ്പോണ്ടേനിറ്റി. ഇവിടെ ഉദ്ദേശിക്കുന്നത് തന്നിഷ്ടം എന്നൊക്കെ പറയാം, തന്നിഷ്ടത്തോടു കൂടെയുള്ള. വിത്ത് എ മാൻ വിത്ത് എ ഹ്യൂമൺ സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആരെങ്കിലും കെട്ടിവെച്ച് ചെയ്യുന്ന ഒരു ജോലിയായിട്ടല്ല, സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുന്ന ആ രൂപത്തിലുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതിൻ്റെ യൂത്ത്ഫുൾ ബയോൺസി എന്ന് പറഞ്ഞാൽ ശരിക്ക് ഊർജ്ജസ്വലത എന്നൊക്കെ പറയാം. നല്ല ഊർജ്ജത്തോട് കൂടിയിട്ട്, നല്ല എന്താ പറയുക, ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്ന നല്ല ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് നെഹ്റുവിനെ ആര് കാണുന്നത്? ടോൺബി കാണുന്നത്. അപ്പോൾ ഈ ജോലിയിൽ നിന്നൊക്കെ ഒരുപാട് ജോലിഭാരം കൊണ്ടൊക്കെ മടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല, ഉള്ള ജോലികൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന, ഊർജ്ജസ്വലതയോട് കൂടി ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് കണ്ടത്. അപ്പോൾ രണ്ട് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് യൂത്ത്ഫുൾ ബയോൺസി എന്ന് പറയാം, മറ്റേത് എന്താ പറയുന്നത്, അദ്ദേഹം എന്താണ് അല്ലേ, ഫ്രീ ഫ്രം ഒക്കുപ്പേഷണൽ മെലഡീസ് എന്നൊക്കെ പറയും നമുക്ക്. ഒക്കുപ്പേഷണൽ മെലഡീസിൽ നിന്ന് അദ്ദേഹം മോചിതനായ വ്യക്തിയാണ് എന്ന്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ടോൺബി പ്രിഫർ ടു അവോയ്ഡ് മീറ്റിംഗ്
നെഹ്റു ഓൺ 23rd February 1960. എന്തുകൊണ്ടാണ് ടോൺബി പ്രിഫർ ടു അവോയ്ഡ്, അദ്ദേഹം സെലക്ട് ചെയ്തത്, എന്ത് സെലക്ട് ചെയ്ത്? ടു അവോയ്ഡ്, അതേ ഒഴിവാക്കി എന്നുള്ള അർത്ഥമാണ് പ്രിഫർ ടു അവോയ്ഡ് എന്ന് പറയുമ്പോൾ. മീറ്റിംഗ് അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. മീറ്റിംഗ് നെഹ്റുവിനെ മീറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്തു? കണ്ടുമുട്ടുന്നത് ഒഴിവാക്കി. ആരൊഴിവാക്കി? ടോൺബി ഒഴിവാക്കി. എന്നാണെന്നുള്ളത് നോക്കിക്കോ. ഓൺ 23rd February 1960. ഫെബ്രുവരി 1960 ഫെബ്രുവരി 23 കാണുന്നത് എന്ത് ചെയ്തു? കാണാൻ ഉദ്ദേശിച്ചിരുന്നു ടോൺബി. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ഒരു മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ, ഇറ്റ് വാസ് ദ ടൈം ഓഫ് സാഡ് ചേഞ്ച് ഇൻ നെഹ്റു. ഇത് നെഹ്റുവിൽ ഒരു സാഡ് ചേഞ്ച്, ദുഃഖം നിറഞ്ഞ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു ആ സമയത്ത്. സാഡ് ചേഞ്ച് ഇൻ നെഹ്റു. ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാറ്റം. നെഹ്റുവിന് ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നു, ഒരു മാറ്റമുണ്ട്, ഒരു ദുഃഖം ഉണ്ടായിരുന്നു. അതുവരെയുള്ള അവസ്ഥയല്ലായിരുന്നു ആ സമയത്ത്. അദ്ദേഹത്തിന് എന്തൊക്കെയോ ദുഃഖങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. ഇൻ നെഹ്റു, അത് എന്തിൻ്റെ കാരണത്താലാണ് അറിയോ? ഡ്യൂ ടു വാർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം. ആ സമയത്തുണ്ടായ ഒരു പ്രൈം മിനിസ്റ്റർ എന്നുള്ള നിലക്കുള്ള വലിയൊരു ഉത്തരവാദിത്വം, അതുകൊണ്ടുള്ളൊരു ചെറിയൊരു സാഡ്, ഒരു ദുഃഖം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ തന്നെ ദ പ്രഷർ ഓൺ ഹിം, അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള പ്രഷർ, സമ്മർദ്ദം എന്ന് പറയുന്നത് ഓൺ ഹിം വാസ് ഇൻടോളറബിൾ. അല്ലേ, ഇൻടോളറബിൾ എന്ന് പറഞ്ഞാൽ അസഹനീയമായിട്ടുള്ള, സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഒരു പ്രൈം മിനിസ്റ്റർ എന്നുള്ളതിലേക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും ഉണ്ടാവും. സോ അതുകൊണ്ട് ഹീ ഡിഡ് നോട്ട് വാണ്ട് ടു ഇൻക്രീസ് ഇറ്റ്. ടോൺബി വിചാരിച്ചെന്ത്? അദ്ദേഹം ഇനിയിപ്പോൾ ഞാനൊരു മീറ്റിംഗ് കൂടെ നടത്തിയാണ്ട് എന്ത് ചെയ്യണ്ട? ടു ഇൻക്രീസ് ഇറ്റ്, ഈ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഈ ഒരു സാഡ് ആയിട്ടുള്ള അവസ്ഥ ഒന്നുകൂടെ ഇൻക്രീസ് ചെയ്യുക, വർദ്ധിപ്പിക്കണ്ട എന്നാണ് വിചാരിച്ചത്. ബൈ ആൻ അൺനെസസറി മീറ്റിംഗ്. കണ്ടോ, വെറുതെ ഞാൻ ഇനി നമ്മുടെ നെഹ്റുവിനെ കണ്ടിട്ട് അൺനെസസറി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത മീറ്റിംഗ്, ഈ സമയത്ത് പോയി വെറുതെ ഒന്ന് കണ്ട് ഒന്നുകൂടെ അദ്ദേഹത്തെ വിഷമിപ്പിക്കണ്ട, കൂടുതൽ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തില്ല? ടോൺബി അന്ന് പോയിട്ട് കണ്ടില്ല. അദ്ദേഹം കാണണം എന്ന് വിചാരിച്ചിരുന്നു. 1960 ഫെബ്രുവരി 23 ഒരു മീറ്റിംഗ് നടത്തണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ മീറ്റിംഗ് നടത്തിയില്ല. 9ാമത്തെ ചോദ്യം, ഇൻ വാട്ട് വേ വാസ് ടോൺബീസ് ലാസ്റ്റ് മീറ്റിംഗ് വിത്ത് നെഹ്റു ഡിഫറെൻറ്റ് ഫ്രം ദ പ്രീവിയസ് 2 മീറ്റിംഗ്സ്? ഇൻ വാട്ട് വേ, ഏത് രീതിയിലാണ് വാസ് ടോൺബീസ് ലാസ്റ്റ് മീറ്റിംഗ്, ടോൺബിയുടെ ലാസ്റ്റ് മീറ്റിംഗ് ഏത് രീതിയിൽ വിത്ത് നെഹ്റു ഡിഫറെൻറ്റ് ഫ്രം. കണ്ടോ, നെഹ്റുവുമായിട്ടുള്ള ടോൺബിയുടെ അവസാനത്തെ മീറ്റിംഗ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ദ പ്രീവിയസ് 2 മീറ്റിംഗ്സ്, മുൻപ് നടത്തിയ 2 മീറ്റിങ്ങിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? 3 മീറ്റിംഗ് നടത്തിയല്ലോ, 3ാമത്തെ മീറ്റിംഗ് ആദ്യം നടത്തിയ 2 മീറ്റിങ്ങിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ് ചോദ്യം. ആൻസർ, ഇൻ ദ പ്രീവിയസ് 2 മീറ്റിംഗ്സ്, കഴിഞ്ഞ 2 മീറ്റിങ്ങുകളിലും ടോൺബി വാസ് വെരി ഹാപ്പി. ടോൺബി എങ്ങനെയായിരുന്നു? വളരെ ഹാപ്പി ആയിരുന്നു. ബട്ട് ദ ലാസ്റ്റ് മീറ്റിംഗ് പ്രൊഡ്യൂസ്ഡ് എ ഫീലിംഗ് ഓഫ് സാഡ്നെസ് ഇൻ ടോൺബി. പക്ഷേ 3ാമത്തെ മീറ്റിങ്ങിൽ ടോൺബിക്കും എന്തുണ്ടായി? ഒരു സാഡ്നെസ്, ഒരു ചെറിയ വിഷമമുണ്ടായി. സാഡ്, ദുഃഖിതനായിരുന്നു ടോൺബി. ഹി കുഡ് സീ എ സാഡ് ചേഞ്ച് ഇൻ നെഹ്റു. കാരണം എന്താ? അദ്ദേഹം ദുഃഖിതനാവാൻ കാരണം നെഹ്റു എങ്ങനെയായിരുന്നു? ആദ്യത്തെ 2 മീറ്റിങ്ങിലെ പോലെയല്ല, ചെറിയൊരു ചേഞ്ച്, ഒരു ദുഃഖം നെഹ്റുവിനും ഉണ്ടായിരുന്നു. ഫോർ ടോൺബി നെഹ്റു സീം ടു ഹാവ് കോൺഗേർഡ് ഫെയ്റ്റ്. എന്നിട്ട് പറയുകയാണ് ഫോർ നെഹ്റു, ടോൺബിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ടോൺബിയുടെ അഭിപ്രായത്തിൽ നെഹ്റു സീം ടു ഹാവ് കോൺഗേർഡ് ഫെയ്റ്റ്. കണ്ടോ, നെഹ്റു എന്ത് ചെയ്തിട്ടുണ്ട്? കോൺഗേർഡ് എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക എന്നൊക്കെ ഉള്ളത്, കോൺഗർ പിടിച്ചടക്കുക എന്നൊക്കെ പറയാം. ഫെയ്റ്റ്, വിധി എന്നുള്ളതാണ് ഫെയ്റ്റ് എന്ന് പറഞ്ഞാൽ. വിധി ആർക്കും കീഴടങ്ങിയിട്ടുണ്ട്? നമ്മുടെ വിധിക്ക് കീഴടങ്ങിയിട്ടുണ്ട് ആര്? നമ്മുടെ നെഹ്റു എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചൈന തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വന്നപ്പോൾ നെഹ്റുവിനും എന്തായി? കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു, ഒരു എന്താ പറയുക, ദുഃഖം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ,
വൈ വാസ് നെഹ്റു ആബ്സെറ്റ് ഇൻ 1960? 1960 എന്താണ് നെഹ്റു ആബ്സെറ്റ് ആയത്? ആബ്സെറ്റ് ആവുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കുറച്ച് ദുഃഖിതനാവുക എന്നൊക്കെ പറയാം. മെൻ്റലി ആബ്സെറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ആൻസർ, നെഹ്റു വാസ് ആബ്സെറ്റ് ഇൻ 1960. നെഹ്റു കുറച്ച് വിഷമത്തിലായിരുന്നു 1960. കാരണം എന്താ? ബിക്കോസ് ഓഫ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ചെറിയ സംഘട്ടനം ഉണ്ടായിരുന്നു, ചെറിയൊരു പോരാട്ടം ഉണ്ടായിരുന്നു, ചെറിയ രൂപത്തിലൊരു യുദ്ധം ഉണ്ടായിരുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. 11ാമത്തെ ചോദ്യം. വാട്ട് ഡസ് ടോൺബി സ്പീക്സ് ഓഫ് ഫെയ്റ്റ്? ടോൺബി എന്താണ് ഫെയ്റ്റിനെ പറ്റിയിട്ട്? ഫെയ്റ്റ് എന്ന് പറഞ്ഞാൽ വിധി. വിധിയെപ്പറ്റി എന്താണ് ടോൺബി സംസാരിച്ചത്? എന്താണ് പറഞ്ഞത്? ആൻസർ, ടോൺബി സ്പീക്സ് ഓഫ് ഫെയ്റ്റ് ദാറ്റ് ദർ ഈസ് നോ ആമർ എഗെയിൻസ്റ്റ് ഫെയ്റ്റ്. അദ്ദേഹം പറഞ്ഞത് ദർ ഈസ് നോ ആമർ എഗെയിൻസ്റ്റ് ഫെയ്റ്റ് എന്നാണ് പറഞ്ഞത്. ഒരു ആമറും ഇല്ല. ആമർ എന്ന് പറഞ്ഞാൽ പരിച, പടച്ചട്ട എന്നൊക്കെ പറയും. ആമർ പരിച അല്ലെങ്കിൽ പടച്ചട്ട. എഗെയിൻസ്റ്റ് ഫെയ്റ്റ്. ഫെയ്റ്റ് എന്ന് പറഞ്ഞാൽ വിധി. വിധിയെ തടുക്കാൻ പറ്റിയ ഒരു പരിചയവും ഇല്ല, ഒരു പരിചയവും ഇല്ല, എന്നാൽ ഒരു പടച്ചട്ടയും ഇല്ല. വിധി എല്ലാവർക്കും വരും എന്നാണ് പറയുന്നത്. നമ്മുടെ നെഹ്റുവിനും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 12ാമത്തെ ചോദ്യം. ഹൂ വാസ് T.E. ലോറൻസ്? ആരാണ് T.E. ലോറൻസ് എന്ന്? ആൻസർ, തോമസ് എഡ്വേർഡ് ലോറൻസ്. T.E. ലോറൻസിൻ്റെ ടിയുടെ ഫുൾ ഫോമാണ് തോമസ് എഡ്വേർഡ് എന്നത്. ലോറൻസ്, നോൺ ആസ് ലോറൻസ് ഓഫ് അറേബ്യ. ഇദ്ദേഹത്തെ എങ്ങനെ അറിയപ്പെടുന്നു? ലോറൻസ് ഓഫ് അറേബ്യ എന്ന് അറിയപ്പെടുന്നു. വാസ് ബ്രിട്ടീഷ് സോൾജർ ആൻഡ് റൈറ്റർ. ഇത് ആരായിരുന്നു? ഒരു ബ്രിട്ടീഷ് സോൾജർ ആയിരുന്നു, പട്ടാളക്കാരനായിരുന്നു. ആൻഡ് റൈറ്റർ, ഒരു എഴുത്തുകാരനുമായിരുന്നു. ഹീ ഈസ് ദ ഓഥർ ഓഫ് ദ 7 Pillars ഓഫ് വിസ്ഡം. 7 Pillars ഓഫ് വിസ്ഡം കണ്ടോ? 7 Pillars ഓഫ് വിസ്ഡം ഒരു ബുക്കിൻ്റെ പേരാണ്. അതിൻ്റെ ഓഥറായിരുന്നു ഇദ്ദേഹം. 7 Pillars ഓഫ് വിസ്ഡം എന്ന് പറയുന്ന അതിൻ്റെ ഓഥർ കൂടെ, ഒരു രചയിതാവ് കൂടിയായിരുന്നു ആര്? T.E. ലോറൻസ്. സോൾജറാണ്, ബ്രിട്ടീഷ് സോൾജറും ഒരു റൈറ്ററുമാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൻ്റെ പേരാണ് 7 Pillars ഓഫ് വിസ്ഡം എന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ടോൺബീസ് എസ്റ്റിമേറ്റ് ഓഫ് നെഹ്റു? വാട്ട് ഈസ് ടോൺബീസ് എസ്റ്റിമേറ്റ് ഓഫ് നെഹ്റു? ടോൺബിയുടെ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നൊക്കെ പറയും ഇവിടെ. ഓഫ് നെഹ്റുവിനെ പറ്റി എങ്ങനെയാണ് ടോൺബി കണക്കാക്കിയത്? ടോൺബി പറയുന്നു, നെഹ്റു വിൽ സ്റ്റിൽ ബി ദ ഗ്രേറ്റ് മാൻ. നെഹ്റു ആരാണ്? വിൽ സ്റ്റിൽ ബി ദ ഗ്രേറ്റ് മാൻ. അദ്ദേഹം എന്തായിത്തീരും? ഒരു വലിയ വ്യക്തിത്വമായിട്ട് തീരും, വലിയ വ്യക്തിയാവും അദ്ദേഹം. ദാറ്റ് ഹി വാസ്, ഏതുപോലെ? അദ്ദേഹം ആയിരുന്ന പോലെ. ഗ്രേറ്റ്, കണ്ടോ? ദാറ്റ് ഹി വാസ് ഗ്രേറ്റ്. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഒരു വലിയ വ്യക്തിയായിരുന്നു എന്നതുപോലെ അദ്ദേഹം ഇനിയും അങ്ങനെ ആയിത്തീരും. ദ ഹ്യൂമൺ കണ്ടോ? മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് തന്നെ അദ്ദേഹം എങ്ങനെയാണ്? നല്ല വ്യക്തിയായിരുന്നു, ഹ്യൂമൻ ആയിരുന്നു, നല്ല മനുഷ്യത്വമുള്ള വ്യക്തിയായിരുന്നു. സോ ലവബിൾ, നല്ല സ്നേഹമുള്ള വ്യക്തിയായിരുന്നു. സോ ലവബിൾ, അങ്ങേയറ്റം സ്നേഹമുള്ള വ്യക്തിയായിരുന്നു. ഇതാണ് ടോൺബി നെഹ്റുവിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം, പൊതുവേ ഉള്ളൊരു അഭിപ്രായം എന്ന്. ഇതോടുകൂടെ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ.